ഹലോ ഓൾ, വെൽക്കം ടു ടെക്ട്യൂബ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് FLAT അല്ലെങ്കിൽ TOCയുടെ മൊഡ്യൂൾ 1ന്റെ സെക്കൻഡ് പാർട്ടാണ്. മൊഡ്യൂൾ 1ന്റെ അബ്സ്ട്രാക്ട് മോഡൽ എന്ന് പറഞ്ഞ സെഗ്മെന്റിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു അബ്സ്ട്രാക്ട് മോഡൽ. സോ ഈ അബ്സ്ട്രാക്ട് മോഡൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കോൺസെപ്റ്റിന്റെയോ എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷനെയാണ് അബ്സ്ട്രാക്ട് മോഡൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി ഒരു സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ആണ്. എന്തിന്റെ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ആണ്? ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കോൺസെപ്റ്റിന്റെയോ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ആണ്. ഇത് ക്യാപ്ചർ ചെയ്യുന്ന എന്താണ്? ഓൺലി എസെൻഷ്യൽ ഫീച്ചേഴ്സ്. സോ ഇത് ക്യാപ്ചേഴ്സ് ഓൺലി എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. അതുകൂടാതെ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസിനെ വോമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. വോമിറ്റിംഗ് ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ്, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ വോമിറ്റ് ചെയ്ത് കളഞ്ഞ് focus on fundamental aspects. Captures only the fundamental or essential features and focus on fundamental aspects. ഇതിനെയാണ് ബേസിക്കലി ഒരു അബ്സ്ട്രാക്ട് മോഡൽ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഒരു ഓട്ടോമേറ്റ എന്താണെന്നുള്ളത്. ഓട്ടോമേറ്റൻ എന്നുള്ളതാണ് അതിന്റെ സിംഗുലർ ഫോം. ഓട്ടോമേറ്റ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. സോ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ അബ്സ്ട്രാക്ട് മോഡലിന് നമുക്കൊരു ഓട്ടോമേറ്റൻ എന്ന് പറയാൻ കഴിയും. ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ അബ്സ്ട്രാക്ട് മോഡലിന് നമുക്കൊരു ഓട്ടോമേറ്റൻ എന്ന് പറയാൻ കഴിയും. സോ ബേസിക്കലി ഈ ഓട്ടോമേറ്റൻ ഫീച്ചേഴ്സ് എന്താണ് എന്നാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. വാട്ട് ആർ ദ ബേസിക് ഓർ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഓട്ടോമേറ്റൻ? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മെക്കാനിസം ഫോർ റീഡിംഗ് ഇൻപുട്ട്. റീഡിംഗ് ഇൻപുട്ട്, ഇൻപുട്ടിനെ റീഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം വേണം. സോ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഫയൽ ത്രൂ ആണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇൻപുട്ടിനെ ഒരു ഇൻപുട്ട് ഫയലിൽ റൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി ഒരു ഇൻപുട്ട് ഫയലാണ് ഇങ്ങനെ. അതിൽ എന്തോ ആണ് നമ്മൾ ഇൻപുട്ട് റൈറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സോ ഓട്ടോമേറ്റയിലേക്ക് ഓട്ടോമേറ്റയ്ക്ക് ഇൻപുട്ട് ഫയലിനെ റീഡ് ചെയ്യാൻ കഴിയും. സോ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഒരു അബ്സ്ട്രാക്ട് മോഡലിന് റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഹൈ എൻഡ് സാധനങ്ങൾ ഉണ്ട്. ആസ് ഓഫ് നോ വി ആർ ടേക്കിംഗ് ഇറ്റ് ക്യാൻ റീഡ്, നോട്ട് അപ്ഡേറ്റ്. അപ്ഡേഷൻസ് നടത്താൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് മോഡൽ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇനി പറഞ്ഞ ഇൻപുട്ട് ഫയലിനെ സെൽസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെൽസിൽ ഒരു സെല്ലിൽ അറ്റ് എ ടൈം ഒരു സിമ്പൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ ഓട്ടോമേറ്റയ്ക്ക് അറ്റ് എ ടൈം ഒരു സെല്ലിൽ നിന്ന് ഓരോ സെല്ലിൽ നിന്നുള്ള ഓരോ സിമ്പലിന് റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അഗെയിൻ ഈ റീഡിങ് ലെഫ്റ്റ് ടു റൈറ്റ് ഡിറക്ഷനിലായിരിക്കും നടക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും റീഡിങ് നടക്കുന്നത്. വൺ സിമ്പിൾ അറ്റ് എ ടൈം ആണ് റീഡ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഒരു സപ്പോസ് എന്തെങ്കിലും ഒരു വേർഡ് ആണെങ്കിൽ ആ വേർഡിന്റെ എൻഡിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു എൻഡ് ഓഫ് ഫയൽ ഒരു നൊട്ടേഷൻ ഉണ്ടായിരിക്കും. സോ ഈ റീഡിംഗ് മെക്കാനിസത്തിന് അഗെയിൻ ഈ റീഡിംഗ് ഇൻപുട്ട് മെക്കാനിസത്തിന് ഈ എൻഡ് ഓഫ് ഫയലിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. So first thing, automated feature first the mechanism for reading input and input is fed through input file. And again, the input file is divided into different cells and each cell can hold one symbol at a time and automated can read from left to right, can read the symbols but cannot update. And again, the automated can detect end of file notation. Second thing എന്ന് പറയുന്നത് this automata produce some form of output. സം ഫോം ഓഫ് ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി ഒറ്റ ഫോം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് തരത്തിലുള്ള ഒരു ഡിവൈസിന്റെ അബ്സ്ട്രാക്ട് മോഡലാണോ ഈ ഓട്ടോമേറ്റൻ ഡിനോട്ട് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഡെഫിനറ്റ്ലി സം ഫോം ഓഫ് ഔട്ട്പുട്ട് മസ്റ്റ് ബി ദർ. അതാണ് സെക്കൻഡ്. സോ ഫസ്റ്റ് ഇൻപുട്ട് റീഡിംഗ് മെക്കാനിസം, സെക്കൻഡ് ദർ മസ്റ്റ് ബി ആൻ ഔട്ട്പുട്ട്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ മേ ഹാവ് ടെമ്പററി സ്റ്റോറേജ്. മേ ഹാവ് എപ്പോഴും നിർബന്ധമില്ല. സോ ടെമ്പററി സ്റ്റോറേജ് ഡിപെൻഡിങ് അപ്പോൺ ദ ഡിവൈസ് ഇറ്റ് വേരീസ്. മേ ഹാവ് ടെമ്പററി സ്റ്റോറേജ്. അപ്പൊ ഈ ഓട്ടോമേറ്റന് ആക്ച്വലി സ്റ്റോറേജിലുള്ള കണ്ടന്റിന് റീഡ് ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും കഴിയും. In file നമ്മൾ റീഡ് ചെയ്യാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. But here in the storage content it can actually read and alter the content. Fourth essential feature is a control unit. Control unit. See, automaton എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന് ആക്ച്വലി പറയും പല സ്റ്റേറ്റ്സ് ഉണ്ട്. കറന്റ് അല്ലെങ്കിൽ പല മോഡ് ഓഫ് വർക്കിംഗ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്. സപ്പോസ് ഞാനൊരു ഓട്ടോമേറ്റനെ ഒരു ബോക്സ് പോലെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും പിന്നെ അത് വേറെ സ്റ്റേറ്റിലേക്ക് പോയി നമുക്ക് കുറച്ചധികം സ്റ്റേറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഫൈനൽ സ്റ്റേറ്റിൽ ഞാൻ ഇനീഷ്യലിനെ ഒരു ആരോ ആയിട്ട് ഡിനോട്ട് ചെയ്യും, ഫൈനലിനെ രണ്ട് ഒരു കോൺസെൻട്രിക് സർക്കിൾ വെച്ച് ഡിനോട്ട് ചെയ്യും. സോ ഒരു കൺട്രോൾ യൂണിറ്റ് ഓട്ടോമാറ്റയുടെ ഒരു കൺട്രോൾ യൂണിറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവാം. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് അതിന് ചേഞ്ച് ചെയ്യാൻ കഴിയും. ചേഞ്ച് സ്റ്റേറ്റ്സ് ഇൻ എ ഡിഫൈൻഡ് മാനർ. ചേഞ്ച് സ്റ്റേറ്റ്സ് ഒരു ഡിഫൈൻഡ് മാനറിൽ എന്തോ ഒരു പ്രത്യേക റൂളിൽ മാത്രമേ അതിന് ചേഞ്ചസ് സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാനൊരു ഫിഗർ ആയിട്ട് ജസ്റ്റ് ഒന്ന് നൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻപുട്ട് ഫയലുണ്ട്, അത് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമേറ്റൻ എന്ന് പറയുന്നതിന് പല സ്റ്റേറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് കുറച്ചധികം സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്ത് അതിനൊരു ഫൈനൈറ്റ് നമ്പർ ആയതുകൊണ്ട് ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും. ഇതിന്റെ കൂടെ ഒരു സ്റ്റോറേജ് മെക്കാനിസം ഉണ്ട്. മേ നോട്ട് ഹാവ് എ സ്റ്റോറേജ് മെക്കാനിസം. ഈ ഇൻപുട്ട് ഫയലിൽ നിന്ന് ഓട്ടോമാറ്റിക് റീഡ് ചെയ്യാൻ കഴിയും.
റീഡ് ചെയ്തതിനെ പല സ്റ്റേറ്റിൽ കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഔട്ട്പുട്ട് മിസ്സായിട്ട് തരാൻ കഴിയും. ഇൻ ബിറ്റ്വീൻ റീഡ് ചെയ്തതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും ഓൾട്ടർ ചെയ്യാനുമുള്ള സ്റ്റോറേജ് നമുക്കുണ്ട്. ഇത് കറസ്പോണ്ടിങ് ഇൻപുട്ട് ഫയലാണ്. ഇതിന്റെ അകത്ത് നമുക്ക് സ്റ്റേറ്റ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഡിഫൈൻഡ് മാനേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് ബേസിക്കലി നമ്മൾ ഒരു ഓട്ടോമേറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഡിഫൈൻഡ് മാനേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞതിനെ നമ്മൾ വിളിക്കാൻ പോകുന്നതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന്. ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാൻ പോകുന്നത്. സോ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഓട്ടോമേറ്റഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. സോ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡിറ്റർമൈൻസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഓട്ടോമേറ്റഡ്. ശരിക്കും ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഡെൽറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കറണ്ട് സ്റ്റേറ്റ്, ഈ ഓട്ടോമേറ്റഡ് കറണ്ട് സ്റ്റേറ്റ് എന്താണ്, നമ്മൾ ഇനി റീഡ് ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് ടേപ്പിലെ ഇൻപുട്ട് സിമ്പൽ എന്താണ്, സ്റ്റോറേജിൽ ഈ സ്റ്റോറേജിൽ ആസ് ഓഫ് നൗ ഏറ്റവും മുകളിലുള്ള മെമ്പർ സ്റ്റോറേജിൽ സിമ്പിൾ എന്താണ് എന്ന് നോക്കി ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നും ഒന്നുകിൽ ഔട്ട്പുട്ട് എന്താണെന്നോ അല്ലെങ്കിൽ സെയിം വേയിൽ തന്നെ സ്റ്റോറേജിലെ അപ്ഡേഷൻ എന്താണെന്നോ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ റൈറ്റ് ചെയ്യുന്നത്. ഇത് എല്ലാ മെമ്പേഴ്സും മാൻഡേറ്ററി അല്ല. ചിലപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ഇൻപുട്ട് സിമ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് വേറൊരു ഓട്ടോമാറ്റിക് ചിലപ്പോൾ സ്റ്റോറേജ് സിമ്പിൾ ഉണ്ടാവും. ചിലതിൽ ചിലപ്പോൾ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്റ്റോറേജ് അപ്ഡേഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ് ഓഫ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഇനി സോ ഈ ചേഞ്ച്, ഈ കറസ്പോണ്ടിങ് ചേഞ്ചിൽ കറന്റ് സ്റ്റേറ്റിൽ ഇത്ര കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള ചേഞ്ചിൽ ഓട്ടോമേറ്റയ്ക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓട്ടോമേറ്റ ക്യാൻ ഈദർ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്, ഒന്നെങ്കിൽ ഒരു ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് അപ്ഡേഷൻ, ടെമ്പററി സ്റ്റോറേജിൽ ഒരു സ്റ്റോറേജ് സിമ്പിളിന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇത്ര മാത്രമാണ് ഒരു ഓട്ടോമേറ്റഡ് ചെയ്യാൻ കഴിയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. ഒരു ഓട്ടോമേറ്റഡ് കറന്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഓട്ടോമേറ്റ ഏത് സ്റ്റേറ്റിലാണ്, ഏത് സിമ്പിളാണ് ഇനി നെക്സ്റ്റ് റീഡ് ചെയ്യാനുള്ളത്, സ്റ്റോറേജ് സെല്ലിലെ സിമ്പിൾ എന്താണെന്ന് മൊമെന്റ് എന്താണോ അതിന്റെ ഇൻസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു മൂവ് എന്താണെന്നുള്ളതാണ്. ഒരു കോൺഫിഗറേഷനിൽ നിന്ന് നെക്സ്റ്റ് ഒരു കോൺഫിഗറേഷനിലേക്കുള്ള ചേഞ്ചിനെയാണ് നമ്മൾ മൂവ് എന്ന് പറയുന്നത്. സോ കോൺഫിഗറേഷൻ മീൻസ് കറന്റ് ഇൻസ്റ്റൻസ് ആ ഓട്ടോമേറ്റഡ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതും ഒരു കോൺഫിഗറേഷനിൽ നിന്ന് മറ്റൊരു കോൺഫിഗറേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് നമ്മൾ മൂവ് എന്ന് പറയുന്നു. ഇനി ബേസിക്കലി ഓട്ടോമേറ്റ എന്ന് പറയുന്നത് രണ്ട് തരമാണ്, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റ. ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ മൂവ്സ് ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റയിൽ ക്ലിയർലി ഡിഫൈൻഡ് മൂവ്സ് ആയിരിക്കും. അതായത് നമ്മളൊരു മൂവ് എന്ന് പറയുന്നത് എന്താണ്, കറന്റ് സ്റ്റേറ്റ് സിമ്പിൾ എന്താണോ, നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ എന്താണ്, സ്റ്റോറേജിലെ സിമ്പിൾ എന്താണ്, അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്റ്റോറേജിൽ അപ്ഡേഷൻ എന്താണ്, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ക്ലിയർലി ഡിഫൈൻഡ് മൂവ് എന്ന് പറഞ്ഞാൽ കറന്റ് സ്റ്റേറ്റിൽ ഈ കറസ്പോണ്ടിങ് ഇൻപുട്ടും ഈ കറസ്പോണ്ടിങ് സ്റ്റോറേജ് സിമ്പിൾ വരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ മൂവ് എന്ന് പറയുന്നത് ഓൺലി വൺ പോസിബിൾ പാത്ത് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടിൽ അത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഈ കറസ്പോണ്ടിങ് സ്റ്റേറ്റിൽ നിന്ന് ഈ ഇൻപുട്ട് വരും, കറസ്പോണ്ടിങ് ഈ ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ അതിന് മൂവ്മെന്റ് ഉള്ളൂ. അപ്പോൾ വൺ പോസിബിൾ പാത്ത് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയും. പക്ഷേ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഇതേ സ്റ്റേറ്റിൽ ചിലപ്പോൾ കറന്റ് സ്റ്റേറ്റിൽ നിന്ന് ഈ ഇൻപുട്ട് കറസ്പോണ്ടിങ് ഈ സ്റ്റോറേജിൽ ഇതിന് ഒന്നിൽ കൂടുതൽ, ഇപ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് 1, നെക്സ്റ്റ് സ്റ്റേറ്റ് 2, നെക്സ്റ്റ് സ്റ്റേറ്റ് 3 എന്ന് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ മൂവ്സ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് സ്പെസിഫിക് മൂവ് ആണെന്നുള്ളത്. സോ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റയിൽ വി കാൺ പ്രെഡിക്റ്റ് സ്പെസിഫിക് മൂവ്, ഒരു വൺ സ്പെസിഫിക് മൂവ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റയിൽ. അപ്പോൾ പകരം എന്തായിരിക്കും ഉള്ളതിന് സെറ്റ് ഓഫ് പോസിബിൾ, ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ മൂവ്സും അല്ലെങ്കിൽ ആക്ഷൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരിക. ഇതിന് വൺ പോസിബിൾ അല്ല, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ പാത്സ് പോസിബിൾ, മൾട്ടിപ്പിൾ പാത്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ ഓട്ടോമേറ്റിക് സം ഫോം ഓഫ് ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ ഓട്ടോമേറ്റ എഗെയിൻ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആൻ അക്സെപ്റ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ. പറയുമ്പോൾ ഈ ഓട്ടോമേറ്റഡ് ഔട്ട്പുട്ട് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ പറഞ്ഞിട്ട് ഒരു നമ്പർ ഈ കറസ്പോണ്ടിങ് സീക്വൻസിലെ മെമ്പർ ആണോ അല്ലയോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ ആണ് ആൻസർ. ദാറ്റ് ഈസ് ആൻ അക്സെപ്റ്റർ. വേറെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട്, ഒരു സീക്വൻസ് ഓഫ് സിമ്പിൾ ആയിട്ടായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. സോ സീക്വൻസ് ഓഫ് സിമ്പിൾ ആയിട്ട് ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് ഒരു വേർഡൊക്കെ ആയിട്ട് കിട്ടുന്ന കേസുകളിൽ അങ്ങനത്തെ ഓട്ടോമേറ്റനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുക. നമുക്ക് രണ്ട് എക്സാമ്പിൾ, ഒരു വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഓട്ടോമേറ്റ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം, എന്താണ് സ്റ്റേറ്റ്, അയ്യോ നെക്സ്റ്റ് മൂവ്. പക്ഷെ നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ, മൊഡ്യൂൾ 1 നെക്സ്റ്റ് പോർഷനിലേക്ക് എത്തിക്കഴിയും ശരിക്കും നമുക്ക് ഈ പാർട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ കാണാം. നമ്മുടെ നോർമൽ ഇലക്ട്രിക് സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്.
സ്വിച്ചിന് എന്തൊക്കെ സ്റ്റേറ്റ് ആണുള്ളത്? ബേസിക്കലി അത് ഓഫ് ആയിരിക്കും. സ്വിച്ച് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആകും. സോ ഞാൻ ഇതിനെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പോലെ വരയ്ക്കാൻ പോവാണ്. എന്താണ്? ഇനീഷ്യലി ഓഫ് സ്റ്റേറ്റ്. ഇതാണ് സ്റ്റേറ്റ് എന്നുള്ളത്. ഞാൻ ഈ വട്ടം വരച്ചത് ഇങ്ങനെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനീഷ്യൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകുന്നു. ഇനി ഓൺ ആയിരിക്കുന്ന സ്വിച്ചിനെ ഫ്ലിപ്പ് ചെയ്യും ഓഫ് ആകുന്നു. ഇതാണ് ബേസിക്കലി ഒരു ഇലക്ട്രിക് സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഡെൽറ്റ കറന്റ് സ്റ്റേറ്റ് ഓഫ് ആണ്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്ലിപ്പ് ചെയ്താൽ അത് ഓൺ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് ഉള്ളൂ. അല്ലാതെ ഫ്ലിപ്പ് ചെയ്താൽ അത് ഓഫിൽ തന്നെ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് അത് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഓൺ ആയിരിക്കെ ഫ്ലിപ്പ് ചെയ്താൽ അത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഹിയർ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് സ്റ്റോറേജിന്റെ കാര്യമൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാ മെമ്പേഴ്സും ട്രാൻസിഷൻ ഫംഗ്ഷൻസിലെ ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ ഓൾട്ടർനേറ്റ് അത് മാൻഡേറ്ററി അല്ല എന്ന് ഞാൻ പറഞ്ഞു. ബേസിക്കലി ഒരു ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സ്വിച്ചിന്റെ ബേസിക് വർക്കിംഗ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഒരു കോഫി വെൻഡിംഗ് മെഷീന്റെ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കൂ. ഒരു കോഫി വെൻഡിംഗ് മെഷീൻ. ഇതിലെ ഇൻട്രിൻസിക് ഡീറ്റെയിൽസ് ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു ഓട്ടോമേറ്റയിൽ. സോ ഇത് ബേസിക്കലി നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയാകും. കോഫി വെൻഡിംഗ് മെഷീൻ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? ആദ്യം മെഷീൻ ഐഡിൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഒരാൾ കോഫി സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ഓണിൽ ഞെക്കി കഴിയുമ്പോൾ ഓണിലാണ് നമ്മൾ ഞെക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്ത് ചോദിക്കും? എന്ത് കോഫി? സെലക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറയും. എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ആ കറസ്പോണ്ടിങ് സെലക്ഷൻ മോഡിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് എടുക്കും. അവർ ചോദിക്കും ഏത് കോഫിയാണ് വേണ്ടത്? വിച്ച് കോഫി വി ആർ ഇൻ നീഡ് ഓഫ്. അപ്പോൾ കോഫി നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ സെലക്റ്റിൽ നിന്ന് നമ്മൾ ഇന്ന കോഫിയാണെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇനി എന്ത് ചെയ്യണം? എമൗണ്ട് കൊടുക്കണം. സോ നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്യണം. കോയിൻ ഇൻസേർട്ട് ചെയ്താൽ പേയ്മെന്റ് ആയി. പേയ്മെന്റ് ഡൺ ആയി. പേയ്മെന്റ് ഡൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഫി വെൻഡ് ചെയ്യും. ഇവിടുന്ന് കോഫി കിട്ടുള്ളൂ. ഇത് കോഫി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എൻഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ 2 സർക്കിൾ ഡിനോട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇത് റീസെറ്റ് ആകുന്നുണ്ട്. സോ റീസെറ്റ് ചെയ്തു. ഇതൊരു കോഫി വെൻഡിംഗ് മെഷീന്റെ നമുക്കൊരു ഓട്ടോമേറ്റർ പോലെ പറയാം. സപ്പോസ് നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് ചുമ്മാ ഒരു വാഷിംഗ് മെഷീന്റെ നമ്മുടെ ഒരു വാഷിംഗ് മെഷീന്റെ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? ആദ്യം അത് ഐഡിലായിട്ട് ഇരിക്കുകയായിരിക്കും. നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ ഇത് വാഷ് മോഡിലേക്ക് പോകും. ടൈം ഇപ്പോൾ 40 മിനിറ്റ്സ് എന്നത് ഓട്ടോമാറ്റിക്കലി ഡിനോട്ട് ആവുന്നുണ്ടായിരുന്നു. 40 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് റിൻസ് മോഡിലേക്ക് പോകും. റിൻസ് മോഡിൽ നിന്ന് വാട്ടർ ഇനഫ് ആയി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അത് സ്പിൻ മോഡിലേക്ക് പോകും. സ്പിൻ മോഡിൽ അത് ഡ്രൈ ആകും. ഇവിടെ എൻഡ് ആകും. സോ ഇതൊരു ബേസിക് വർക്കിംഗ് ഓഫ് വാഷിംഗ് മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വാഷിംഗ് മെഷീന്റെ ബേസിക് വർക്കിംഗ്. ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ സെഗ്മെന്റ്സിന്റെയും അബ്സ്ട്രാക്ട് മോഡൽസിനെ അല്ലെങ്കിൽ ഓട്ടോമേറ്റ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഐ ഹോപ്പ് ഒരു ഓട്ടോമേറ്റയുടെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.